തലസ്ഥാനത്ത് SFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഇന്ന് അത് സമാപിക്കും. SFIയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, SFI സഖാക്കൾ ഇന്നുവരെ നാളിതുവരെ ഒരു വിദ്യാർത്ഥികളെയും കൊലപ്പെടുത്തിയിട്ടില്ല. കൊല്ലപ്പെട്ടതൊക്കെ SFI സഖാക്കളാണ്. അഭിമന്യു, അതിനു മുമ്പേ അജയൻ, അങ്ങനെ നിരവധി, സുധീഷ്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ കൊലക്കത്തിക്ക് ഇരയായ രക്തസാക്ഷികൾ. അവരൊക്കെ ധീര രക്തസാക്ഷികളാകുമ്പോഴും SFI ചെറിയ എന്തെങ്കിലും കാണിച്ചാൽ, ഒരു സമരത്തിനിടയിൽ ഒരു കല്ലെറിഞ്ഞാൽ പോലും അതിനെ വലിയ വിവാദമാക്കുകയും അക്രമ സംഭവമാക്കുകയും വലിയ രാഷ്ട്രീയ സംഘർഷം SFI നയിക്കുന്നു, SFI നടത്തുന്നു എന്ന പേരിൽ വലതുപക്ഷ മാധ്യമങ്ങൾ അതിനെ വലിയ വാർത്തയായി ചിത്രീകരിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് SFI ആരെയും ഇതുവരെ കൊന്നിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം വന്നു. വലതുപക്ഷ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. SFI നാളിന്നുവരെ ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങളൊക്കെ വളരെ കാലിക പ്രസക്തമായിരുന്നു. SFIക്ക് അതുകൊണ്ട് ധീരമായും അഭിമാനത്തോടുകൂടിയും മുന്നോട്ട് പോകാം എന്ന വലിയ ആശയ പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ആവേശത്തോടുകൂടി വിദ്യാർത്ഥി സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് SFIയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, SFIക്ക് ആശയും ആവേശവുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ശരിയാണ്. സൈമൺ ബ്രിട്ടോ ഉൾപ്പെടെയുള്ള ഒരു പറ്റം നേതാക്കൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ KSUവിൻ്റെയൊക്കെ വാൾത്തലപ്പിൽ നിന്നും കത്തിത്തലപ്പിൽ നിന്നുമൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവിക്കുന്ന രക്തസാക്ഷികളായി ജീവിച്ച് മരിച്ചുപോയ വ്യക്തികളുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ അങ്ങനെ ജീവിക്കുന്നവർ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ തല്ലേറ്റവർ. ഈ കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ KSUക്കാരുടെ മർദ്ദനമേറ്റ SFIക്കാരനെ നമുക്കറിയാം. അങ്ങനെ പല സംഭവങ്ങളുണ്ട് എങ്കിൽ പോലും SFIക്കാരെ കരിവാരി തേക്കുന്നതിനും SFI പ്രവർത്തകരാണ് ഗുണ്ടായിസം കാണിക്കുന്നതെന്നും വരുത്തി തീർക്കാനുള്ള ഒരു മറ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ആ ഒരു പക്ഷം പിടിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ പ്രസംഗത്തെ സതീശൻ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സതീശൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശേഷിപ്പിച്ചത്, നിങ്ങൾ കൊന്നോളൂ ഞാൻ ഉണ്ട് കൂടെ, നിങ്ങൾ കൊന്നോളൂ ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയുന്നത് പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗമെന്നാണ്. അതായത് SFI വിദ്യാർത്ഥികളൊക്കെ കൊലയാളികളാണ്, നിങ്ങൾ പോയി കൊലപ്പെടുത്തിക്കൊള്ളൂ, ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന തരത്തിലാണ് VD സതീശൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് SFIയുടെ കുട്ടികളൊക്കെ കലാപകാരികളും കൊലയാളികളുമാണ് എന്ന തരത്തിലാണ് ആ പ്രസംഗത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇത് കുടിലമായ ഒരു മനസ്സിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ എന്ന് പറയാതിരിക്കാൻ തരമില്ല. റാഗിങ്ങിൻ്റെ പേരിൽ SFIയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ SFIയെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. മറ്റ് പല സംഭവങ്ങളിലും SFIയെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ ശരിയായിരിക്കാം. ചില ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ കലാലയങ്ങളിൽ നടത്തിയിട്ടുണ്ട് SFI. അത് വാസ്തവം തന്നെയാണ്. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. അവരെയൊക്കെ സംഘടന പിന്തുണയ്ക്കുന്നുണ്ടോ, CPM പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതൊക്കെ പോലീസും നീതിന്യായ പീഠങ്ങളും പരിശോധിച്ച് കുറ്റവാളികളെ തക്കതായ ശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്ന അഭിപ്രായത്തിനും വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ തന്നെ നടപ്പിലാക്കണം എന്ന അഭിപ്രായമാണ് പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ആകെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ പറയുന്നത് എന്താണ്? SFI നരഭോജികളാണ്. കഴിഞ്ഞ ദിവസം കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ഓർമ്മ ദിനത്തിൽ KPCC പങ്കുവച്ച പോസ്റ്ററിലും എഴുതിയിരുന്നു, CPM നരഭോജികളാണ്. ഇത് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഡിഗ്രിയിലുള്ള ഒരു ആക്ഷേപമാണ്. CPM നരഭോജികളാണ്. അത് ശശി തരൂരിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും അതേ പോസ്റ്റ് തന്നെ പങ്കുവച്ചു. നിമിഷങ്ങൾക്കകം തന്നെ ശശി തരൂർ ആ പോസ്റ്റ് തൻ്റെ ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ നിന്നൊക്കെ അക്കൗണ്ടിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വേറെ പോസ്റ്ററാണ് ഇട്ടത്. കാരണം അങ്ങനെ ഒരു ഭാഷ ജനാധിപത്യ വിശ്വാസികൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒരിക്കലും പ്രയോഗിക്കില്ല. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ വിമർശിക്കുകയില്ല. ഇത് മുഖ്യമന്ത്രി പ്രസംഗിച്ചതിനെ വിമർശിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതാണ്, SFI നരഭോജികളുടെ സംഘടനയാണ് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും മോശപ്പെട്ട ഭാഷയിലാണ്, ഏറ്റവും തരംതാണ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്ന് പറയാതിരിക്കുവാൻ വയ്യ. മറ്റൊന്നെന്താണ്? ഇദ്ദേഹം പറഞ്ഞാണ്, KPCC അധ്യക്ഷൻ പറയുന്നത് എങ്ങനെയാണ്? പുതിയ തലമുറയിലെ യുവാക്കളെ അക്രമത്തിലേക്ക് തള്ളി വീഴുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അത് പിന്നെയും നമുക്ക് പറയാം. മുഖ്യമന്ത്രി പറയുന്നത്? പുതിയ തലമുറ അക്രമത്തിലേക്ക് തള്ളിവിടുന്നതാണ് എന്ന് സുധാകരൻ പറയുന്നത്, രാഷ്ട്രീയ നേതാവ് പറയുന്നത് പോലെ ഉള്ളൂ എന്ന് പറയാം. അതുപോലെ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികൾ SFIക്കാരാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ സംരക്ഷിച്ചു നിർത്തിയത് CPM ആണ് എന്നൊക്കെ പറയുന്നതും വിമർശനമാണ്, രാഷ്ട്രീയ വിമർശനമാണ്. അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ നിങ്ങൾ കൊന്നോളൂ ഞാൻ കൂടെയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ പറയുന്നത് തരംതാണ രാഷ്ട്രീയ
ഗൂഢാലോചനയുടെയും രാഷ്ട്രീയ തന്ത്രത്തിൻ്റെയും ഭാഗമാണ്, തരംതാണ ഭാഷയാണ് എന്ന് വിമർശിക്കാതിരിക്കാൻ തരമില്ല. അങ്ങനെയല്ല രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത്. ഇത്തരം ഭാഷ പ്രയോഗിക്കുമ്പോൾ ആരാണ് ഏറ്റവും രാഷ്ട്രീയ കൗഢില്യത്തിൻ്റെ ഉടമകളെന്ന് വെളിവാകുന്ന പ്രസ്താവനകളാണ് ഇതെന്ന് പൊതുജനം മനസ്സിലാക്കിക്കൊള്ളും എന്ന് ഓർമ്മിപ്പിക്കട്ടെ.